എല്ലാവർക്കും നമസ്കാരം. ടാരോ ഹീലിംഗ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗംഗ. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ഇരുന്നിട്ടല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി റീഡിംഗ് എടുക്കണത്. അപ്പം അതിൻ്റെ പോരായ്മയും കുറവൊക്കെ ഉണ്ടാവും. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് വിശാഖ നക്ഷത്രക്കാരുടെ ലൈഫിൽ അവർക്കുണ്ടാവണ അവരുടെ സ്വഭാവ വ്യതിയാനങ്ങളും അവർക്കുണ്ടാവണ അബണ്ടൻസും എല്ലാം കൂടിയിട്ടുള്ള കാര്യങ്ങളാണ്. മുൻകോപം കൊണ്ട് അവർക്ക് നഷ്ടപ്പെടുന്ന ബന്ധങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. കാരണം കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യൂ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും അത്യാവശ്യമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മറ്റൊരാൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വിശാഖ നക്ഷത്രക്കാര് ശുദ്ധഗതിക്കാരാണ് കേട്ടോ. അവർക്ക് അവരിൽ സ്വാധീനം ചെലുത്താൻ പറ്റണ വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും വിശാഖ നക്ഷത്രക്കാര്. അതേപോലെ നല്ല നേർവഴിയിലൂടെയുള്ള നടത്തം എല്ലാം അതൊക്കെ തന്നെയാണ്. കാരണം അവർക്ക് നല്ല സ്വതന്ത്ര ചിന്തയുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ ഇവർക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇവരുടെ കുഴപ്പം എന്താ വെച്ചാൽ കയ്യിൽ വരണ പൈസ അവർ അനാവശ്യമായിട്ട് ചിലവാക്കും. കയ്യിൽ സ്ഥിരമായിട്ട് ഇവർക്ക് എത്ര പൈസ കിട്ടിയാലും അവർക്കത് തികയാതെ വരും. കാരണം അനാവശ്യ ചിലവാളി എന്നൊക്കെ പറയില്ലേ, അതായത് അനാവശ്യമായിട്ട് ചിലവാക്കണ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും വിശാഖ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ കലഹിക്കണ പ്രകൃതം, ഈ കലഹം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ വന്നു ചേരും. അത് എന്താണെങ്കിൽ ഇവർ മുൻകോപികളാണെന്ന് പറയാം. അവർ എടുത്തു ചാടി ചിലപ്പോൾ എന്തിലേലൊക്കെ ഇടപെടും. അത് വഴക്കിലേക്ക് അവസാനിക്കും, അല്ലെങ്കിൽ ബന്ധങ്ങൾ തകരാൻ അതിന് കാരണം വരും. ഇവർക്കുള്ള ഒരേ ഒരു പ്രശ്നം, ഇവരുടെ ഈ കലഹ സ്വഭാവം കാരണം കൊണ്ട് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടാൻ കാരണം അവരുടെ ഈ കലഹ സ്വഭാവമാണ്. പക്ഷെ ഇവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉള്ള നക്ഷത്രം, അല്ലെങ്കിൽ അവരായിട്ട് അടുപ്പോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ തൃക്കേട്ട, പൂരാടം, തിരുവോണം ഇതൊക്കെ അവർ വിവാഹം കഴിച്ചാൽ അവർക്ക് പ്രതികൂലമായിട്ടാവും അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അത് കാരണം നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ തൃക്കേട്ട, പൂരാടം, തിരുവോണം എന്നുള്ള നക്ഷത്രങ്ങൾ ഉള്ള ബന്ധം ഇല്ലാതിരിക്കുക. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വിശാഖ നക്ഷത്രക്കാർ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശത്തേക്ക് ജോലിക്ക് യോഗ്യത അല്ലെങ്കിൽ സാഹചര്യമൊക്കെ വന്നു ചേരും. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ കരിയറൊക്കെ ഇനി കാരണം കിട്ടിയ നമ്മുടെ കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു തുടക്കമാണ് വരുന്നത്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിദേശവാസമോ വിദേശത്ത് ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയോ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്, അവിടെ കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ അടക്കി പിടിച്ചുള്ള എന്തെങ്കിലും വികാരം അടച്ചു വെച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ക്യൂൻ ഓഫ് കപ്സ് വന്നേക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിൽ നല്ലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നേക്കുന്നത്. മൂന്നാമത്തെ കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പൈസ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു വരാനും സാമ്പത്തിക ഉന്നമനം, അതായത് നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധി വരാനും നിങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വന്ന കാർഡുകളെല്ലാം നല്ല കാർഡുകളാണ്, എല്ലാം പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഇപ്പോൾ കരിയർ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഈ കോപം ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പം അതുകൊണ്ട് പരമാവധി കോപം കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരു ലക്ഷ്യബോധം അല്ലെങ്കിൽ പുതിയൊരു അവസരം ഇതൊക്കെ വരണമെങ്കിൽ നിങ്ങളുടെ ഈ കോപം അതിനൊക്കെ തടസ്സമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് അസാധ്യമായിട്ട് എന്തൊക്കെ തോന്നിയിരുന്നു, അതായത് ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ അല്ലെങ്കിൽ നടക്കില്ലല്ലോ എന്ന് നിങ്ങൾ കരുതുന്ന ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ സാധിക്കും എന്നുള്ളതും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് ആയ കാരണം കൊണ്ട്, ക്വീൻ ഓഫ് കപ്സ് ആയ കാരണം കൊണ്ട്. അപ്പോൾ അത് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയുള്ള ഈ ഒരു സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ സ്വഭാവ
ദോഷം എന്ന് പറയണത് ഈ കോപാണ്. പക്ഷെ നിങ്ങളത് അതിൽ കാണിച്ചേക്കണത് ഓറക്കൽ കാർഡ് കാണിച്ചേക്കണത് ഭസ്മാസുരന് വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭസ്മാസുരൻ ആ വരം സ്വന്തം വരം കൊടുത്ത ഗുരുവിന് തന്നെ പ്രയോഗിക്കാൻ ശ്രമിച്ചു. അതായത് മഹാദേവനെ ധ്യാനിച്ചിട്ട് ഭസ്മാസുരൻ വരം വാങ്ങി. പക്ഷെ അത് പ്രയോഗിക്കാൻ ഭസ്മാസുരൻ കണ്ടെത്തിയത് മഹാദേവനെ തന്നെയാണ്. അപ്പൊ ആ മഹാദേവനെ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് മഹാദേവനെ സംരക്ഷിച്ചിട്ട് മഹാവിഷ്ണു അവിടെ സ്ത്രീ രൂപത്തിൽ വന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പൊ പുരാണങ്ങളൊക്കെ അത് രേഖപ്പെടുത്തിയേക്കുന്നതും അങ്ങനെയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ എന്ത് അനുഗ്രഹമാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ നന്നായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ മുൻകോപം കൊണ്ടോ മുൻചുണ്ടി കൊണ്ടോ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് ഒട്ടേറെ ലൈഫിൽ ചേഞ്ച് വരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ, കാരണം 7 ഓഫ് കപ്സ് അവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കാരണം ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒട്ടേറെ അവസരങ്ങൾ മുന്നിൽ കിടക്കുന്നുണ്ട്. ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. പക്ഷെ അത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആവാതെ ശ്രമിക്കുക. പിന്നെ മഹാദേവനെ പോലെ രണ്ടാമത്തെ ഓറക്കൽ കാർഡ് വന്നിരിക്കുന്നത് മൗണ്ടൻസ് ആണ്. അപ്പോൾ ഒരു റിലാക്സേഷൻ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എപ്പോഴും റിലാക്സിലേക്ക് വെക്കണം. കാരണം പറഞ്ഞല്ലോ, കോപം, എടുത്തുചാട്ടം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ദോഷം മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരൂ. അപ്പൊ അത് റിലാക്സ് ആയിരിക്കുക മൈൻഡ്. പറ്റുമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുക. സ്വയം ചെയ്യുക. കാരണം മറ്റുള്ള ഒരാളെ കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ സ്വയം കുറച്ച് നേരം ഒന്ന് മെഡിറ്റേഷൻ ഇരിക്കുക. കാരണം മൂന്നാമത്തെ കാർഡ് കാണിച്ചേക്കണ ആദിയോഗിയാണ്. അപ്പൊ കൃത്യമായിട്ട് ആദിയോഗി പറയുന്നുണ്ട് മെഡിറ്റേഷൻ നിങ്ങൾ പോകേണ്ടത് പാത്ത് ഓഫ് യോഗ എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾ ആ യോഗയിലേക്ക് പോയില്ലെങ്കിൽ, നിങ്ങൾക്ക് സമയക്കുറവുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ആ മൂന്നാമത്തെ കാർഡ് കാണിക്കണം, ഓറക്കൽ കാർഡ് കാണിക്കണ പോലെ മഹാദേവനെ സങ്കല്പിച്ചുകൊണ്ട് കാരണം ഗുരു യോഗയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സ്രഷ്ടാവ് മഹാദേവനാണ്. അപ്പൊ മഹാദേവനെ സങ്കല്പിച്ചുകൊണ്ട് ജ്ഞാനമുദ്രയിൽ ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് മനസ്സിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ മുൻകോപം കൊണ്ട് ഉണ്ടാവണ ദോഷം, നാക്ക് പിഴച്ചാൽ എല്ലാം പിഴച്ചു എന്നാണ്. അപ്പൊ നാക്ക് പിഴയ്ക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ കൃത്യമായിട്ട് മെഡിറ്റേഷനിലിരിക്കുക. രാവിലെ ഒരു 10 മിനിറ്റ് നേരം ഇരുന്നാൽ മതി. 10 മിനിറ്റ് നേരം ഇരിക്കുമ്പോൾ ഓംകാരം ജപിക്കുക. ഓംകാരം ജപിച്ചിട്ട് മഹാദേവനെ ഇരിക്കണ പോലെ സ്വസ്ഥമായിട്ട് നിവർന്നിരുന്നിട്ട് സ്വസ്ഥമായ സ്ഥലത്ത്, രാവിലെ മോർണിംഗിൽ ഏറ്റവും നല്ലത് 4 to 6 ഉള്ളിൽ ഇരിക്കണ സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച്, കാരണം നിങ്ങൾക്ക് ഒട്ടേറെ അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. ആ അവസരം ചൂസ് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. പക്ഷെ നിങ്ങൾ തെരഞ്ഞെടുക്കണില്ല ഇപ്പോൾ. പക്ഷെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. വിദേശവാസം വരെ നിങ്ങൾക്ക് യോഗയുള്ള സമയമാണ്. ഉയർച്ച വരാനും എല്ലാവരിൽ നിന്നും ഒരു ബഹുമാനം കിട്ടാനും എല്ലാം നിങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമായ കാരണം കൊണ്ട് നന്നായി സംസാരിക്കാൻ അറിയാം. പക്ഷെ ജോലിയിൽ സാമർഥ്യമുണ്ട്. ബാല്യത്തിൽ ഒട്ടേറെ കഷ്ടപ്പാടുണ്ടായിരിക്കാം ചിലപ്പോൾ. അതുപോലെ തന്നെ അച്ഛൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല ബാല്യത്തിൽ. അപ്പം അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒട്ടേറെ സങ്കടങ്ങളും പിടിവാശിയും അഹങ്കാരമൊക്കെ അങ്ങനെ വന്നു പോയതായിരിക്കാം. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ നല്ല ദൈവവിശ്വാസികളാണ്. ഈ വിശാഖ നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ നല്ല ദൈവവിശ്വാസമുള്ളവരും ആകർഷണമായ വ്യക്തിത്വത്തിന് ഉടമയും അതുപോലെ തന്നെ ഹൃദ്യമായ പെരുമാറ്റം ഒക്കെയാണ്. പക്ഷെ ഒറ്റ കാര്യം, നാക്ക് പിഴച്ചാൽ ഇതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ പരമാവധി നാക്ക് പിഴയ്ക്കാതെ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം, ഈ മുൻകോപം, അതുപോലെ എടുത്തുചാട്ടവും പോലെ എടുത്തടിച്ച പോലുള്ള സംസാരം നിങ്ങൾ മാറ്റാൻ മെഡിറ്റേഷനിലിരിക്കുക. ഓംകാരം ജപിച്ചിട്ട്, കാരണം പ്രപഞ്ചത്തിന്റെ ശബ്ദമാണ് ഓം എന്നുള്ളത്. അപ്പോൾ ഓംകാരം ജപിച്ചിട്ട് നന്നായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് തന്നെ നിങ്ങൾക്ക് വരും. കാരണം ഏസ് ഓഫ് കപ്സ് ഉള്ള കാരണം കൊണ്ട് നല്ലൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ 2024 അവസാനം ആകുമ്പോഴത്തേനും ഒരുപക്ഷെ നിങ്ങൾക്ക് വിദേശവാസം വരെ എന്തായാലും വന്നു ചേരും. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ്, നല്ലൊരു ജോലി എല്ലാം വന്നു ചേരും. അപ്പം നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ 3 നക്ഷത്രങ്ങൾ ഒഴിവാക്കിയിട്ട് കഴിക്കുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോ, നല്ലൊരു യൂസ്ഫുൾ ആയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.